ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നത്. എന്തായിരിക്കും? ബ്യൂട്ടി ടിപ്സ് തന്നെ കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട്, അതായത് ഹെയറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സ്. നമ്മൾ ഈ മുടി കൊഴിച്ചിൽ പ്രധാനമായിട്ട് താരനുണ്ടായിട്ടായിരിക്കുമല്ലോ മുടി കൊഴിയുന്നത്. താരം കൊണ്ട് നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ആണ് പൊതുവെ അല്ലേ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കൂടുതൽ ആളുകൾക്കും ഉള്ള പ്രശ്നമാണ് താരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ താരന് പല മരുന്നുകളും പ്രയോഗിച്ചിട്ടും കുറേ ഷാമ്പു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും ചിലപ്പം താരം മാറാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും പിന്നെ കാര്യമായിട്ട് ഈ മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഈ തലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടൊക്കെ, ചൂട് കൂടുതലുള്ള ആ ഒരു പ്രശ്നം കൊണ്ടൊക്കെ മുടി കൊഴിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ചെറിയൊരു ടിപ്സാണ്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ, അപ്പം നാട്ടുപുറത്തൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇത് കിട്ടാൻ കുറച്ച് എളുപ്പമായിരിക്കും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പുറത്തൊക്കെയാണ് ജീവിക്കുന്ന ആളുകളൊക്കെ എങ്കിൽ അവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ എന്നാൽ ഇതിന് പൊടിയൊക്കെ അവൈലബിൾ ആയിരിക്കാം. അതാണ് ഞാൻ പറയുന്നത്. ഏച്ചിത്താളി എന്നൊരു ഇലയുണ്ട്. അതൊരു കുറച്ചൊരു വലിയ മരമായിട്ടാണ് കാണുക. അപ്പോൾ അതിൻ്റെ ഇല സാധാരണ നമ്മളൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ സമയത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടാനും മുടിക്കൊക്കെ നല്ല ഹെൽത്തി മുടിയായിട്ട് വളരാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള മുടിക്കും അതുപോലെ തന്നെ നല്ല തലയ്ക്കൊക്കെ നല്ല തണുപ്പ് കിട്ടാനും ഒക്കെ നമ്മളെ എല്ലാത്തിനും ഒരു റിലാക്സേഷൻ അത് ഈ ഒരു താളിയിൽ നിന്ന് കിട്ടും കേട്ടോ. ഏച്ചിത്താളി എന്നാണ് നമ്മളെ നാട്ടിലൊക്കെ ഇതിന് പറയാം. അപ്പോൾ വേറെ എവിടേക്കെങ്കിലും ഇതിന് വേറെ ഭാഷയുണ്ടോ അല്ലെങ്കിൽ വേറെ പേരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിന് ഏച്ചിത്താളി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഈ താളി എടുത്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇലയെ എടുത്തിട്ട് നന്നായിട്ട് ഇടിച്ച്, അത്യാവശ്യം നന്നായിട്ട് ഇടിച്ചിട്ട് അതൊരു പാത്രത്തിൽ ഇട്ട് വെക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിയുന്നതിനനുസരിച്ച് നമ്മളിതിങ്ങനെ എന്താ പറയുക, അതിങ്ങനെ കൊഴുപ്പായിട്ട് കൊണ്ടേയിരിക്കും. കൊഴുപ്പായി വരുമ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നന്നായിട്ട് കുറച്ച് കൊഴുപ്പായി വരുന്ന സമയത്ത് നമുക്കത് എടുത്ത് ഉപയോഗിക്കാം. ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് നല്ല റിസൾട്ടാണ് കിട്ടുക. ഒരു ദിവസമെങ്കിലും നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക, ഒരു ദിവസമെങ്കിലും. അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു മാറ്റം. കാരണം തലയ്ക്കൊക്കെ ഈ തണുപ്പ് കിട്ടുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു റിലാക്സേഷൻ കിട്ടും അതിൽ നിന്ന്. അപ്പോൾ ഈ ഏച്ചിത്താളി എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ടേ എല്ലാവരും ഉപയോഗിച്ച് പോരുന്നതാണ്. കാരണം നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഈ പ്രസവത്തിന് ശേഷം ഇതാണ് തലയിലൊക്കെ തേക്കാൻ കൊടുക്കാറ്. ഇതിങ്ങനെ വെള്ളത്തിലിട്ട് ഇടിച്ച് പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ആ കൊഴുപ്പ് ഇറങ്ങിയ വെള്ളമാണ് തലയിൽ തേക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഒരു സാധനം കയ്യിൽ കിട്ടുന്ന ആളുകളുണ്ടെങ്കിൽ. ഇനി അതല്ല, ആയുർവേദ ഷോപ്പിലൊക്കെ ചോദിച്ചാലും ചിലപ്പോൾ ഇതിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ഓൺലൈനിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് ശ്രമിച്ച് നോക്കുക. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് പറയണേ. അപ്പം നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.